വെൽക്കം ബാക്ക് ടു പൊന്നുരുളി. ഈ വറക്കുന്ന ഉലുവയും അയലയും ചേർത്ത് നല്ലൊരു ഉലുവ അയലക്കറി ഉണ്ടാക്കിയാലോ? വളരെ ട്രഡീഷണലായ ഒരു റെസിപ്പിയാണിത്. എൻ്റെ ഫാമിലിയിൽ വല്യമ്മൂമ്മ അമ്മൂമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത, അമ്മൂമ്മ ഇപ്പോൾ എനിക്കും പഠിപ്പിച്ചു തന്ന ഉലുവ അയല എങ്ങനെ തയ്യാറാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. 2 അയലയാണ് ഈ കറിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. അളവുകൾ അതിനനുസരിച്ചാണ് പറയുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉലുവ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുന്നു. എരിവിനാവശ്യമായ അത്രയും വറ്റൽമുളകും റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരൽപ്പം വാളൻപുളി വെള്ളത്തിലിടുക. സാധാരണ ഞങ്ങൾ മീൻകറി വയ്ക്കുമ്പോൾ തോട്ടുപുളി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ കറിക്ക് വാളൻപുളിയാണ് ഉപയോഗിക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും വറ്റൽമുളകും മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കുക. നന്നായി പൊടിച്ച ശേഷം 1.5 പിടി തേങ്ങ, ഇതിപ്പോൾ 2 അയലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്രയും 1 പിടി തേങ്ങ കഷ്ടിച്ചേ എടുത്തിട്ടുള്ളൂ, അതും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. തേങ്ങ കുറച്ച് കൂടുതലായാലും ഒരു കുഴപ്പവുമില്ല. ഉലുവയുടെ കൂടെ അത് ചേരുമ്പോൾ അതിൻ്റെ കയ്പൊന്ന് കുറഞ്ഞു ഇരിക്കും. ചട്ടി അടുപ്പിൽ വെച്ച് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചട്ടിയിലേക്കിട്ട് പുളിവെള്ളം 2 പ്രാവശ്യമായി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം അധികമായി ചേർക്കും, കാരണം മീനിട്ട ശേഷം അത് വേവാൻ പാകത്തിനുള്ള ചാറുണ്ടാകണമല്ലോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുറച്ച് പ്രത്യേകതകളൊക്കെയുള്ള കറിയാണ്. ഇതിൽ ഉലുവയാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ കുറച്ച് കയ്പുണ്ടാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. എന്നാലും പാവയ്ക്കൊക്കെ കഴിക്കുന്ന നമുക്ക് ഉലുവയുടെ ഈ നിസ്സാര കയ്പൊന്നുമല്ല. മറ്റൊരു പ്രത്യേകത, പുളിക്കായി തോട്ടുപുളിക്ക് പകരം വാളൻപുളി ഉപയോഗിക്കുന്നു എന്നതാണ്. വേറൊരു പ്രത്യേകത, ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഉള്ളിയോ പച്ചമുളകോ യാതൊന്നും തന്നെ ചേരുന്നില്ല. ഇതൊന്നും ചേരാത്തൊരു മീൻകറിക്ക് എന്ത് രുചി ഉണ്ടാവാൻ? ഈ സംശയം മാറണമെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി കഴിച്ചു തന്നെ ആകണം. ചെറുപ്പത്തിലൊക്കെ ഈ കറി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വലിയ മത്സരമായിരുന്നു എന്നാണ് അമ്മൂമ്മ പറഞ്ഞത്. ഉലുവയാണ് പ്രധാന ഇൻഗ്രീഡിയൻ്റ് എങ്കിലും ഇതിന് അത്ര വലിയ കയ്പൊന്നുമില്ല. അടപ്പ് തുറന്നപ്പോൾ അരപ്പ് നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന അയല ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ അയല പാകത്തിന് വെന്തിട്ടുണ്ട്. ചാറൊരൽപ്പം കുറുകാനായി അടപ്പ് തുറന്ന് സ്വല്പം സമയം കൂടി പാകം ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ കൂടി ഇതിന് മേൽ തൂവി 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് വാങ്ങാം. ഉലുവയുടെ കയ്പിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ചധികം തേങ്ങ അരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. കയ്പുണ്ടെന്ന് വിചാരിച്ച് ഇത് പരീക്ഷിക്കാതിരിക്കരുത്. വളരെ നല്ലൊരു കറിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.